ഇതിലേത് കാര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പ് എന്ന് മുഖ്യമന്ത്രി പറയണം. ഈ 5-6 കാര്യങ്ങളാണ് ഈ PMC പദ്ധതിയും NEP-യുടെയും ലക്ഷ്യം. ഇതിലേത് കാര്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് എതിർപ്പ്? അപ്പൊ ഈ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതും പിന്നീട് അതിൽ നിന്നൊക്കെ കരണം മറിഞ്ഞ് പ്രാവർത്തികമാക്കുന്നതും ഇത് കുറെ കാലമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുക. ഒരു പുതുയുഗ കേരളവും സൃഷ്ടിക്കാൻ ഈ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ ഉതകില്ല. കാരണം ധവളപത്രത്തിൽ മുഖ്യമന്ത്രി ധവളപത്രം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് 5.07 ലക്ഷം കോടിയുടെ കടബാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളം. ട്രഷറി പ്രതിസന്ധി വളരെ രൂക്ഷമായിട്ട് തുടരുകയാണ്. കഴിഞ്ഞ വർഷം 2025 262 ദിവസം ബേസ് ആൻഡ് മീൻസ് അഡ്വാൻസിലും 84 ദിവസം ഓവർ ഡ്രാഫ്റ്റിനെയും ആശ്രയിച്ചുകൊണ്ടാണ് ഈ കേരളം കടന്നുപോയത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. 87,012 കോടിയുടെ ബാധ്യതയുണ്ട് എന്ന് ബജറ്റ് പ്രസംഗം പറയുന്നു. അപ്പൊ ഈ പറയുന്ന പദ്ധതികൾക്കുള്ള കോടികൾ എവിടെ നിന്ന് കിട്ടും? എങ്ങനെയാണ് വിഭവ സമാഹരണത്തിനുള്ള മാർഗം? അതിനെക്കുറിച്ച് ബജറ്റ് ഒന്നും പറയുന്നില്ല. എങ്ങനെയാണ് ഈ കടബാധ്യത വർഷാവർഷം കുറച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ കുറച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും പദ്ധതി ഈ സർക്കാരിനുണ്ടോ എന്ന് സർക്കാർ ഈ ബജറ്റിൽ എവിടെയും പറയുന്നില്ല. പ്രഖ്യാപനങ്ങൾ ധാരാളം നടത്തിയിട്ടുണ്ട്. ഞാൻ കുറെ പ്രഖ്യാപനങ്ങൾ ശ്രീ ഗോപകുമാർജി ഇവിടെ പറഞ്ഞു. തിരുവനന്തപുരത്ത് 2ാമത്തെ മെഡിക്കൽ കോളേജ് വരും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞാൻ സ്വാഗതം ചെയ്തു. കാരണം ഇവിടെ ശ്രീ രാജീവ് ചന്ദ്രശേഖരജിയും ഞങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരം നഗരത്തിൽ നിന്നുള്ള MLA-മാരാണ്. പക്ഷേ ഈ ആദ്യത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് നേരെയാക്കിയിട്ട് പോരെ അടുത്ത മെഡിക്കൽ കോളേജിനെ കുറിച്ച് ആലോചിക്കാൻ? ആദ്യത്തെ മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ഒരു ബെഡിൽ 2 രോഗികൾ കിടക്കുന്നു, താഴെ ഒരു രോഗി കിടക്കുന്നു. അവിടെ ബെഡില് കിടപ്പ് രോഗികളായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിലുള്ള രോഗികൾക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു മറ പോലും ഇല്ലാത്ത സ്ഥിതിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്ഥിതി. ഞാൻ കഴിഞ്ഞ ദിവസം അവിടുത്തെ 2-3 വാർഡുകളിൽ ഞാൻ നേരിട്ട് പോയി. ഒരു മറച്ചു വെക്കാൻ ഒരു സാധനമില്ല. ബെഡ്ഷീറ്റ് എടുത്തിട്ട് കെട്ടിയിട്ടാണ് ആളുകൾ രാവിലത്തെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നത്. ഈ സ്ഥിതിയിൽ ഒരു മാറ്റം വരുത്താതെ 2ാമത്തെ ബജറ്റ് 2ാമത്തെ മെഡിക്കൽ കോളേജ് തുടങ്ങും എന്ന് പ്രഖ്യാപനം നടത്തിയാൽ ആ പ്രഖ്യാപനം എങ്ങനെ പ്രാവർത്തികമാകും എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. പനി പിടിച്ച മനുഷ്യർ മുഴുവൻ നിലത്ത് കിടക്കുകയാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ സൗകര്യങ്ങളില്ല. അതിനു വേണ്ടിയിട്ട് രോഗികളിൽ നിന്ന് പണം വാങ്ങേണ്ടി വരുന്നു. ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല. കത്തിപ്പോയ ICU വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് മാറ്റിയിട്ടില്ല. ഇപ്പോഴും ICU കത്തിപ്പോയി. 5-6 രോഗികൾ ആ കാലത്ത് മരിച്ചു. ഒരുപക്ഷെ ICU തീപിടുത്തം കേരളത്തിൽ ഈ അടുത്ത കാലത്തൊന്നും എന്റെ ഓർമ്മയിലില്ല. ICU അകത്ത് തീപിടിക്കുന്ന സ്ഥിതി. ഇതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നിലവിലുള്ള മെഡിക്കൽ കോളേജിലെ സ്ഥിതി. ആ സ്ഥിതിയിൽ മാറ്റം വരുത്താതെ 2ാമത്തെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നതിൽ എന്ത് ഈ പ്രഖ്യാപനത്തിൽ അർത്ഥമുണ്ട്? ശബരിമല തിരുപ്പതി മോഡൽ വികസനം പ്രഖ്യാപിച്ചു. ശബരിമല വികസനത്തിന്റെ അടിസ്ഥാനം മാസ്റ്റർ പ്ലാനാണ്. ശബരിമല മാസ്റ്റർ പ്ലാൻ. ആ മാസ്റ്റർ പ്ലാനിൽ എല്ലാ തവണയും ബജറ്റിൽ തുക വകയിരുത്താറുണ്ട്. പക്ഷേ അവസാനം ഒറ്റ പൈസ കൊടുക്കാറില്ല. കഴിഞ്ഞ തവണ ബാലഗോപാൽ വകയിരുത്തിയത് 27.6 കോടിയാണ്. കൊടുത്തത് 2 കോടിയാണ്. അപ്പൊ ഈ സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് ഈ മാസ്റ്റർ പ്ലാനിനോടുള്ള സർക്കാരിന്റെ സമീപനം എന്താ? പഴയ മാസ്റ്റർ പ്ലാൻ അതേപടി നടപ്പിലാക്കുവോ? അതിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത് എന്ത് മാറ്റമാണ് വരുത്താൻ ഉദ്ദേശിക്കുന്നത്? ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും മിണ്ടുന്നില്ല. 895 കോടി രൂപ ജലവിതരണത്തിന് വേണ്ടിയിട്ട് ഈ ബജറ്റ് മാറ്റിവെക്കുന്നു. ജൽജീവൻ മിഷൻ നടപ്പിലാക്കുന്ന കാര്യത്തിൽ രാജ്യത്ത് ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. 50% താഴെയാണ് ഇംപ്ലിമെന്റേഷൻ. അമൃത് 2ാം പദ്ധതി, അമൃത് 1-ലെ 500 സിറ്റികളിൽ ഒന്നായിരുന്നു തിരുവനന്തപുരം. അമൃത് 2-ലും തിരുവനന്തപുരം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പ്രതിനിധീകരിക്കുന്ന കഴക്കൂട്ടത്ത് അവിടുത്തെ ആവശ്യകതയുടെ 35 മുതൽ 40% മാത്രമേ ശുദ്ധജലം ലഭ്യമാകുന്നുള്ളൂ. ആ ഷോർട്ടേജ് വരുന്ന 60-65% അത് കണ്ടെത്താനുള്ള ഒരു പ്ലാനും ഇല്ല. ഗവൺമെന്റ് അമൃത് 2-ൽ പറയുന്ന റീയൂസ്,
സീവേജ് വെള്ളത്തെ ഉപയോഗിക്കാനുള്ള പദ്ധതി, വീണ്ടും ഉപയോഗിച്ച വെള്ളത്തെ റീജനറേറ്റിംഗ് വാട്ടർ ബോഡീസ്, ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയും ഈ ബജറ്റിന്റെ വിശദാംശങ്ങളിൽ അടക്കം ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഇതിനെക്കുറിച്ചൊന്നും നയമില്ലാതെ 895 കോടി രൂപ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? മാത്രമല്ല, നമ്മൾ ഇന്നലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തല്ലോ, നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തു, സേഫ് ഡ്രിങ്കിങ് വാട്ടറിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സ്കേർസിറ്റി അനുഭവിക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. ശുദ്ധജല ദുർലഭത ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. കേരളം ഹൈജീനിന്റെ കാര്യത്തിൽ, ഹെൽത്തിന്റെ കാര്യത്തിൽ, ആരോഗ്യ മേഖലയുടെ കാര്യത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണെന്നാണ് നമ്മൾ ഇത്രയും കാലം അഭിമാനിച്ചിരുന്നത്. ആ സംസ്ഥാനത്ത് കുടിക്കാനുള്ള വെള്ളം പോലും, സുരക്ഷിതമായിട്ടുള്ള കുടിക്കാനുള്ള വെള്ളം, ആ കുടിക്കാനുള്ള വെള്ളം കഴിയാത്തതിന്റെ പേരിലാണ് ഷിഗല്ല പോലെയുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കുന്നത്. മലേറിയ തിരിച്ചു വരുന്നു എന്ന് പറയുന്നു. പകർച്ചവ്യാധികൾ ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നു. ഇതിന് പരിഹാരം കണ്ടെത്താതെ, ഇതിനുള്ള മാർഗങ്ങളില്ലാതെ 895 കോടി രൂപ പ്രഖ്യാപിച്ചത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി ഈ വേൾഡ് കപ്പിന്റെ അവസരത്തിൽ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം പ്രഖ്യാപിച്ചു. എനിക്ക് തോന്നുന്നു ബാലഗോപാൽ കഴിഞ്ഞ കൊല്ലം പ്രഖ്യാപിച്ച കണ്ണൂരിലെ സ്റ്റേഡിയത്തിൽ ഇപ്പൊ കളി നടക്കുന്നുണ്ടെന്നാണ്. വേൾഡ് കപ്പ് ബാലഗോപാലും കഴിഞ്ഞ കൊല്ലം പ്രഖ്യാപിച്ചതാ, വേൾഡ് കപ്പിന് പറ്റുന്ന വിധത്തിലുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം. അപ്പൊ ഈ പ്രഖ്യാപനങ്ങള് ഓരോ ധനകാര്യമന്ത്രിമാർ ഓരോ ബജറ്റ് വരുമ്പോ ഇതുപോലെയുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുക, അത് കഴിഞ്ഞിട്ട് ആ പ്രഖ്യാപനവുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധമില്ലാത്ത കാര്യങ്ങൾ നടക്കുക. ഇന്നിപ്പോ കേരളത്തെ അന്താരാഷ്ട്ര നോളജ് സിറ്റി, നോളജ് വാലി, പുതിയ പേരുകളാണ്, നോളജ് വാലി, ഗ്ലോബൽ ഹബ്. നമ്മുടെ ബിന്ദു ടീച്ചർ കേരളത്തിലെ സർവകലാശാലകളെ മികവിന്റെ കേന്ദ്രങ്ങളായിട്ട് മാറ്റുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ബിന്ദു ടീച്ചറുടെ മികവിന്റെ കേന്ദ്രങ്ങൾ കാരണം കേരളത്തിലെ കുട്ടികൾ മുഴുവൻ നാടുവിടുക, പഠിക്കാൻ വേണ്ടി പുറത്തേക്ക്. ഇതാണ് ഈ ബജറ്റ് പ്രഖ്യാപനവും അത് കഴിഞ്ഞിട്ടുള്ള പ്രാവർത്തികമാകുന്ന കാര്യവും, ഇത് രണ്ടും തമ്മിലുള്ള ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്ത സ്ഥിതി. ആ സ്ഥിതിയാണ് വരുന്നത്. ബിബിജി റാംജിയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത് തൊഴിൽ ദിവസങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു, 150 ദിവസമാക്കി, കൂലി വർദ്ധിപ്പിച്ചു. അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. പകരം എന്താ, കേന്ദ്ര സർക്കാരിന്റെ തെറ്റായിട്ടുള്ള നയങ്ങൾ 150 ദിവസമാക്കിയതാണോ തെറ്റ്? കൂലി വർദ്ധിപ്പിച്ചതാണോ തെറ്റ്? എന്താ തെറ്റ്? ഡയറക്ട് ട്രാൻസ്ഫർ ആണ് ചെയ്തത്. കേന്ദ്ര സർക്കാരിൽ കോൺഗ്രസിന്റെ തന്നെ മന്ത്രിമാര്, അന്നത്തെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞാണ്, ഞാൻ അയക്കുന്ന പൈസയിൽ 11 പൈസയെ കേരളത്തില് നാട്ടിലേക്ക് എത്തുന്നുള്ളൂ അർഹതയുള്ള ആളുകൾക്ക്. ഇത് മുഴുവൻ പണവും നേരിട്ടെത്തുകയാണ്. അപ്പൊ ഈ തരത്തിൽ ബാക്കി കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചു. ഏതാണ്ട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇന്നലെ PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തി. മുഖ്യമന്ത്രി പറഞ്ഞത്, മുൻ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരുമായിട്ട് പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ധാരണാപത്രം ഒപ്പുവെച്ചതിനെ തുടർന്ന് ആ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് കൊണ്ട് PM ശ്രീ പദ്ധതിയിൽ തുടരേണ്ടി വരുമെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ അനുവദിക്കില്ല, സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പിൽ അനുവദിക്കില്ല. സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പൊന്നും കേന്ദ്ര സർക്കാരല്ല നടത്തുന്നത്. മുഖ്യമന്ത്രി അത്രയെങ്കിലും മനസ്സിലാക്കണമായിരുന്നു. സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും സംസ്ഥാനത്തിന്റെ ചുമതലയാണ്. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ അനുവദിക്കില്ല എന്ന് പറയുന്ന പ്രഖ്യാപനം ആരെ കബളിപ്പിക്കാൻ വേണ്ടിയ? മാത്രമല്ല, PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതിന്റെ അർത്ഥം ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ് എന്നാണ് അതിന്റെ അർത്ഥം. അത് കഴിഞ്ഞിട്ട് ഈ പ്രഖ്യാപനം ഇന്നലെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് കേട്ടു, ഞങ്ങള് SSK ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒപ്പുവെച്ചതാണ്, അതിനപ്പുറം ഞങ്ങളൊന്നും നടത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല. അതുപോലെ മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് ഈ നാട്ടിലെ, കാരണം ഒരു ഭരണഘടനാപരമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുന്ന ഒരാൾ പറയാണ്, ഞാൻ ഈ ഒപ്പിടുന്നതിന് യാതൊരു അർത്ഥമില്ല, ഞാൻ വേറെ കാര്യത്തിന് വേണ്ടി ദുരുദ്ദേശപൂർവമായിട്ടാണ് ഞാൻ ഒപ്പുവെച്ചത് എന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്ന ആളുടെ വിശ്വാസ്യത എത്രയുണ്ട്? ഞാൻ ഒപ്പുവെച്ചത് ആ ഒപ്പുവെച്ച കാര്യങ്ങളുമായിട്ട് നീതി പുലർത്താനല്ല, പകരം കേന്ദ്ര സർക്കാരിനെയും ഈ രാജ്യത്തെ ജനങ്ങളെയും ഭരണഘടനയെയും അടക്കം കബളിപ്പിക്കാനാണ് എന്ന് പരസ്യമായിട്ട് ഒരു മുൻ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒപ്പുവെക്കുന്നതിന് എന്തർത്ഥമുണ്ട്?
മാത്രമല്ല ഈ NEP പറയുന്നത് എന്താ? NEP PMCയിൽ എന്താ പറയുന്നത്? 14,500 സ്കൂളുകൾ രാജ്യവ്യാപകമായിട്ട് തെരഞ്ഞെടുക്കും. കുട്ടികൾക്ക് സന്തോഷകരവും ഗുണമേന്മയും ഉള്ളതുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു. എതിരാണോ കേരള ഗവൺമെന്റ് അങ്ങനെ ഒരു വിദ്യാഭ്യാസം നൽകുന്നതിന്? മനപ്പാഠ പഠനത്തിന് പകരം കഴിവിന്റെ വികസനത്തിന് പ്രാധാന്യം നൽകുന്നു. കേരള സർക്കാർ അക്കാര്യത്തിൽ എതിരാണോ? വിമർശനാത്മക ചിന്തയും ശാസ്ത്രീയ മനോഭാവവും വളർത്തുന്നു. കേരള സർക്കാർ എതിരാണോ ഇക്കാര്യത്തില്? ഇന്ത്യൻ മൂല്യങ്ങൾ വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തി കുട്ടികളുടെ വ്യക്തിത്വ വികസനം ലക്ഷ്യമിടുന്നു. കേരള സർക്കാർ എതിരാണോ ഇക്കാര്യത്തില്? സ്കൂളുകളിൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും മാതൃഭാഷയിൽ പ്രാഥമിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനും സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ശക്തിപ്പെടുത്താനും 21ാം നൂറ്റാണ്ടിലെ കഴിവുകൾ വികസിപ്പിക്കാനും നയം ഊന്നൽ നൽകുന്നു. ഇതിലെതിരാണോ? ഇതിലേത് കാര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പ് എന്ന് മുഖ്യമന്ത്രി പറയണം. ഈ 5-6 കാര്യങ്ങളാണ് ഈ PMC പദ്ധതിയും NEP-യുടെയും ലക്ഷ്യം. ഇതിലേത് കാര്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് എതിർപ്പ്? അപ്പൊ ഈ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതും പിന്നീട് അതിൽ നിന്നൊക്കെ കരണം മറിഞ്ഞ് പ്രാവർത്തികമാക്കുന്നതും ഇത് കുറെ കാലമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുക. ഈ സാഹചര്യം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. പ്രതിപക്ഷത്തിരുന്നപ്പോ ഇവിടെ പറഞ്ഞല്ലോ 56,000 കോടിയുടെ കടമുള്ള അല്ലെങ്കിൽ കിഫ്ബി, ആ കിഫ്ബി പ്രതിപക്ഷ നേതാവായിരുന്ന 5 കൊല്ലക്കാലം പറഞ്ഞത് ഇത് വലിയ വെട്ടിപ്പാണ്.